എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഷു റിലീസായിട്ട് ഇന്നലെ റിലീസ് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട 3 സിനിമകളുടെ രണ്ടാം ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും കേരള ബോക്സ് ഓഫീസിലും റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിലും ഡിനോ ഡെന്നിസിന്റെ സംവിധാനത്തിലെത്തിയ മമ്മൂക്ക ചിത്രം ബസൂക്ക തൂക്കിയപ്പോൾ രണ്ടാം ദിവസം ആരാണ് ആ ഒരു രണ്ടാം ദിവസത്തെ ബോക്സ് ഓഫീസ് രാജാവെന്ന് നമുക്ക് നോക്കാം. ആദ്യ ദിവസത്തെയും രണ്ടാം ദിവസത്തെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കളക്ഷൻ അപ്ഡേറ്റ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ ഏപ്രിൽ 10 വിഷു റിലീസായി എത്തിയ എല്ലാ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ രണ്ടാം ദിവസവും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ നസ്രിൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ആലപ്പുഴ ജിങ്കാന എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെയും രണ്ടാം ദിവസത്തെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കേരള കളക്ഷൻ അപ്ഡേറ്റ് ആണ്. ആലപ്പുഴ ജിങ്കാനയുടെ ഭാഗത്തു നിന്നും കേരള ബോക്സ് ഓഫീസിൽ രണ്ടാം ദിവസം ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 912 ഷോകളാണ്. ഇന്നലെ ടോട്ടലായി ആദ്യ ദിവസം ആലപ്പുഴ ജിങ്കാനയുടെ ഭാഗത്തു നിന്നും കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരുന്നത് 891 ഷോകളായിരുന്നു. രണ്ടാം ദിവസം ചിത്രത്തിന്റെ ഷോ കൗണ്ടുകൾ കേരളത്തിൽ കൂടിയിട്ടുണ്ട്. നിലവിൽ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഓഡിയൻസിന്റെ എണ്ണം 1,36,000 പരമാണ്. ഇന്നലെ ടോട്ടലായി ആദ്യ ദിവസം ട്രാക്ക് ചെയ്തത് കേരള ബോക്സ് ഓഫീസിൽ 1,60,000 പരം പ്രേക്ഷകരായിരുന്നു. ഇന്നലെ ആലപ്പുഴ ജിങ്കാനയുടെ കേരള ഒക്യുപ്പൻസി 77% ഇന്ന് 60%. രണ്ടാം ദിവസത്തെ ഈ സമയം വരെയുള്ള ഏറ്റവും പുതിയ ട്രാക്കഡ് കളക്ഷൻ പ്രകാരം 2,15,00,000 രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ 2,54,00,000 രൂപയായിരുന്നു ചിത്രം സ്വന്തമാക്കിയിരുന്നത്, അതായത് ട്രാക്കഡ് കളക്ഷനിലൂടെ സ്വന്തമാക്കിയിരുന്നത്. ഇന്നിപ്പോൾ 2,15,00,000 രൂപയാണ് ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത്. അതെന്തായാലും ഇനിയും ഒരുപാട് ഷോകൾ കളിക്കാനുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഇന്ന് ആദ്യ ദിവസത്തെക്കാളും കളക്ഷൻ ആലപ്പുഴ ജിങ്കാന കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കുമെന്ന് ഉറപ്പാണ്. ആദ്യ ദിവസം ആഗോള ബോക്സ് ഓഫീസിൽ 5 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയ ചിത്രം രണ്ടാം ദിവസം ആഗോള ബോക്സ് ഓഫീസിൽ എന്തായാലും 2 ദിവസങ്ങൾ കൊണ്ട് 10 കോടിക്ക് മുകളിൽ നേടാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അടുത്തൊരു കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് മമ്മൂക്ക ഡിനോ ഡെന്നിസ് കൂട്ടുകെട്ടിലെത്തിയ ബസൂക്കയുടെ രണ്ടാം ദിവസത്തെ കളക്ഷൻ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 874 ഷോകളാണ്. ഇന്നലെ ആകെ ട്രാക്ക് ചെയ്തിരുന്നത് കേരള ബോക്സ് ഓഫീസിൽ 993 ഷോകളായിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ ബസൂക്കയുടെ പേരിൽ ഇതുവരെ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,00,000 മുകളിലുള്ള പ്രേക്ഷകരെയാണ്. ബസൂക്കയുടെ ആദ്യ ദിവസം ടോട്ടലായി ട്രാക്ക് ചെയ്ത ഓഡിയൻസിന്റെ എണ്ണം 1,79,000 ആയിരുന്നു. ആദ്യ ദിവസം 59% ചിത്രം തിയേറ്റർ ഒക്യുപ്പൻസിയിൽ കളിച്ചെങ്കിൽ ചിത്രത്തിന്റെ രണ്ടാം ദിവസം അത് 40%. നിലവിൽ ബസൂക്കയുടെ ഏറ്റവും പുതിയ ട്രാക്കിംഗ് കളക്ഷൻ പ്രകാരം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ 1,60,00,000 രൂപ പിന്നിട്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ചിത്രത്തിന്റെ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ ട്രാക്കിംഗിലൂടെ ഫൈനൽ നേടിയത് 2,83,00,000 രൂപയായിരുന്നു. ആദ്യ ദിവസത്തെ ബസൂക്കയുടെ ഒഫീഷ്യൽ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നപ്പോൾ 3,23,00,000 മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയത്. ഇങ്ങനെ നോക്കുമ്പോൾ ചിത്രം 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടുകൂടി തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 7 കോടി 8 കോടി റേഞ്ചിൽ കളക്ഷൻ തൂക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. ചിത്രത്തിന്റെ ആഗോള കളക്ഷനിലേക്ക് പോകുമ്പോൾ ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം 7 കോടി 6 കോടി റേഞ്ചിൽ ഒരു കളക്ഷനാണ് സ്വന്തമാക്കിയിരുന്നത്. 2 ദിവസത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ ഏകദേശം 12 കോടിക്ക് മുകളിൽ നേടാൻ ഒരുങ്ങുന്നു എന്ന ഡാറ്റ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിൽ ജോസഫ് ചിത്രമായ മരണമാസിന്റെ രണ്ടാം ദിവസത്തെ കേരള കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷനിലേക്കാണ്. ചിത്രത്തിന്റെ രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 626 ഷോകളാണ്. ഇന്നലെ അതായത് ആദ്യ ദിവസം മരണമാസിന്റെ പേരിൽ കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തത് 635 ഷോകളായിരുന്നു. ഈ ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ചിത്രത്തിന്റെ രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ ഷോ കൗണ്ടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്ന് വ്യക്തമാണ്. രണ്ടാം ദിവസം ഇതുവരെ ട്രാക്ക് ചെയ്ത ഓഡിയൻസിന്റെ എണ്ണം 44,000 പരമാണ്. ഇന്നലെ 52,000 പ്രേക്ഷകരാണ് ചിത്രം കാണാൻ തിയേറ്ററുകളിൽ എത്തിയെന്നാണ് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്നത്. രണ്ടാം ദിവസത്തെ മരണമാസിന്റെ കേരള ഇതുവരെയുള്ള ലേറ്റസ്റ്റ് ട്രാക്കിംഗ് അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം 70,00,000 രൂപ പിന്നിട്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇന്നലെ ടോട്ടലായിട്ട് അതായത് ആദ്യ ദിവസം ടോട്ടലായിട്ട് മരണമാസ് കേരള ബോക്സ് ഓഫീസിൽ 84,00,000 രൂപയാണ് സ്വന്തമാക്കിയിരുന്നത് ട്രാക്കിംഗിലൂടെ. എന്തായാലും ഈ ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ചിത്രം 2 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ മാത്രം 2 കോടിക്ക് മുകളിൽ നേടാൻ ഒരുങ്ങുന്നു ടോട്ടലായിട്ട്. അതോടൊപ്പം ചിത്രത്തിന്റെ ആഗോള ബോക്സ് ഓഫീസിന്റെ ഫിഗർ ഇതുവരെ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടില്ല. നമുക്ക് കാത്തിരിക്കാം ആ ഒരു അപ്ഡേറ്റിന് വേണ്ടി. നിലവിൽ ഇന്ന് രാത്രി 8 മണിയോടെ നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയുടെ നോക്കുമ്പോൾ ബസൂക്കയുടെ പേരിൽ ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് 4,400 പരം ടിക്കറ്റുകളാണ്. അതുപോലെ തന്നെ ആലപ്പുഴ ജിങ്കാനയുടെ ഭാഗത്തുനിന്നും വിറ്റുപോകുന്നത് ഏകദേശം 8,000 പരം ടിക്കറ്റുകളാണ്. മരണമാസിന്റെ പേരിൽ നിലവിൽ വിറ്റുപോകുന്നത്
ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോയിലൂടെ 2900-ൽ പരം ടിക്കറ്റുകളാണ്. അപ്പോൾ വിഷു റിലീസായി എത്തിയ ചിത്രങ്ങളിൽ രണ്ടാം ദിവസം അത് കേരള ബോക്സ് ഓഫീസിൽ ആലപ്പുഴ ജിങ്കാന തൂക്കിയിരിക്കുകയാണ്. എന്നാൽ രണ്ടാം ദിവസവും ആഗോള ബോക്സ് ഓഫീസിൽ ബസൂക്ക തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത്. ഈ സിനിമകളുടെ ഒപ്പം ബേസിൽ ജോസഫിന്റെ മരണമാസവും മികച്ച ബോക്സ് ഓഫീസ് പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ രണ്ടാം ദിവസം വിഷു റിലീസായി എത്തിയ ചിത്രങ്ങളിൽ ആരാണ് മുൻപന്തിയിലുള്ളത്? ആർക്കായിരിക്കും ഏറ്റവും അധികം കളക്ഷൻ കൂടിയിട്ടുള്ളത്? പ്രേക്ഷകരുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.